വാഹന ഉടമകളുടെ ശ്രദ്ധയ്ക്ക് രാജ്യത്തുടനീളമുള്ള വാഹന ഫിറ്റ്നസ് പരിശോധനാ ഫീസ് കേന്ദ്ര സർക്കാർ 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇതോടെ നിങ്ങളുടെ വാഹനം പഴകുമ്പോൾ ഓരോ വിഭാഗത്തിനും ഇപ്പോൾ ഉയർന്ന ഫീസ് ഈടാക്കും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ഭേദഗതി പ്രകാരമാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിൻ്റെ ഈ നടപടി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ബിസ്റ്റോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമങ്ങൾ പ്രകാരം ഉയർന്ന ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസിനുള്ള പഴക്കം 15 വർഷത്തിൽ നിന്നും 10 വർഷമായി കുറച്ചു. 10 മുതൽ 15 വരെ വർഷം, 15 മുതൽ 20 വരെ വർഷം, 20 വർഷത്തിൽ കൂടുതൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് സർക്കാർ പുതിയ ഫീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. വാഹനം പഴകുമ്പോൾ ഓരോ വിഭാഗത്തിനും ഇപ്പോൾ ഉയർന്ന ഫീസ് ഈടാക്കും. ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫീസ് വർധനവ്. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ട്രക്ക് അല്ലെങ്കിൽ ബസ്സിന് ഇനി മുതൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 25,000 രൂപ ഫീസായി നൽകണം. നേരത്തെ ഇത് 2,500 രൂപയായിരുന്നു. ഇതേ പഴക്കം ചെന്ന മീഡിയം കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് 1,800 രൂപയുടെ സ്ഥാനത്ത് 20,000 രൂപ നൽകണമെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 15,000 രൂപയാണ് റീടെസ്റ്റിനായി മുടക്കേണ്ടത്. ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ, ഗുഡ്സ് പാസഞ്ചർ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ വിഭാഗത്തിലുമുള്ള വാഹനങ്ങൾക്കും കാലാധിഷ്ഠിതമായ ഈ പുതുക്കിയ സ്ലാബുകൾ ബാധകമാണ്. വാഹനം ഉപയോഗിക്കുന്നതിൻ്റെ വർഷം കൂടുമ്പോൾ ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസ് ഉണ്ടാകും. 20 വർഷത്തിൽ കൂടുതലുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ 15,000 രൂപ ഫീസ് നൽകണം. മുച്ചക്ര വാഹനങ്ങൾക്ക് 7,000 രൂപയാണ് നിരക്ക്. 20 വർഷത്തിലധികം പഴക്കമുള്ള 2 വീലറുകൾക്ക് 600 രൂപയിൽ നിന്നും 2,000 രൂപയായി ഫീസ് ഉയർത്തി. 15 വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ഉയർന്ന ഫീസ് തന്നെ ഈടാക്കും. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 600 രൂപയും മീഡിയം ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് 1,000 രൂപയുമാണ് ഇനി നൽകേണ്ടത്. പുതുക്കിയ നിരക്കിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് പഴയ വാഹനങ്ങളുടെ എണ്ണം നിരത്തുകളിൽ പരമാവധി കുറയ്ക്കുകയാണ്. ഇത്രയും ഭീമമായ തുക മുടക്കി വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തവർ അവ സ്ക്രാപ്പ് ചെയ്യാൻ നൽകണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ഇനി നിങ്ങളുടെ വാഹനം പുതിയ ഫീസ് അടച്ച് RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടത് എങ്ങനെയാണ്? ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫോം 25 പൂരിപ്പിച്ച് ഒപ്പിട്ടത്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്, പാൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ ഫോം 60 അല്ലെങ്കിൽ ഫോം 61, വാഹനത്തിൻ്റെ എഞ്ചിൻ്റെയും ഷാസി നമ്പറിൻ്റെയും പെൻസിൽ പ്രിൻറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, റോഡ് നികുതി അടച്ചതിൻ്റെ രേഖ, വാഹന ഉടമയുടെ ഐഡൻറ്റിറ്റി, ഒപ്പ്, വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖ ഇവയെല്ലാം RC പുതുക്കാൻ ഹാജരാക്കണം. വാഹന RC ഓൺലൈനായി പുതുക്കുന്നതിനായി പരിവാഹൻ സേവാ പോർട്ടൽ സന്ദർശിക്കുക. ആദ്യം ഓൺലൈൻ സർവീസസ് തിരഞ്ഞെടുത്ത ശേഷം വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് തിരഞ്ഞെടുക്കുക. അടുത്തതായി നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. ശേഷം തൊട്ടടുത്ത RTO തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുടർന്ന് ദൃശ്യമാകുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും RC റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക. ശേഷം റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കണം. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പറും ഷാസി നമ്പറും പോലുള്ള ആവശ്യമായ വിവരങ്ങൾ നൽകണം. അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ വെരിഫൈ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈനായിട്ടല്ലാതെ ഓഫ്ലൈനായും വാഹനത്തിൻ്റെ RC പുതുക്കാൻ മാർഗമുണ്ട്. റിന്യൂവലിന് സർക്കാർ നിശ്ചയിച്ച ഫീസ് അടയ്ക്കണം. അതിനുശേഷം വാഹനം പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കാൻ ഒരു RTOയ്ക്ക് മുന്നിൽ ഫിസിക്കൽ ഇൻസ്പെക്ഷന് ഹാജരാക്കണം. പരിശോധന നടത്തിക്കഴിഞ്ഞാൽ RTO അപേക്ഷയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പുതിയ RC ഇഷ്യൂ ചെയ്യും. നിലവിൽ കേരളത്തിൽ RC, ലൈസൻസ് എന്നിവ ഇഷ്യൂ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട് എന്നതും മറക്കരുത്.